ഇപ്പോൾ തിരുവനന്തപുരം മേയറായിട്ട് വി വി രാജേഷ് വന്നപ്പോൾ സന്തോഷിച്ച ആളാണ്. ശ്രീലേഖ വരാഞ്ഞതിലും സന്തോഷിച്ച ആളാണ്. ശ്രീലേഖയോട് വിരോധങ്ങളുണ്ടല്ല. ശ്രീലേഖയെ പോലും ഒരാൾക്ക് ഒരിക്കലും മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല, കൗൺസിലറായിട്ട് പോലും പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ജനങ്ങളുമായി സമ്പർക്കം വേണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം, അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് അറിയണം. അത് രാജേഷിന് സാധിക്കും, അത് ശ്രീലേഖയ്ക്ക് സാധിക്കില്ല. ശ്രീലേഖയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട്, വലിയ ഉദ്യോഗങ്ങളൊക്കെ ഭരിച്ചാണ്. പക്ഷേ ഒരു മുനിസിപ്പൽ കൗൺസിലറെ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറുടെ ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന പോലെ ഈ നമ്മുടെ മുല്ലക്കര രത്നാകരനൊക്കെ സാധിക്കും. മുല്ലക്കര രത്നാകരൻ കൃഷിമന്ത്രി. മുല്ലക്കര വലിയ ഭരണ ദുരന്തരനൊന്നുമല്ല, എം എൻ ഗോവിന്ദനാരോ ടി വി തോമസ് ഒന്നും ചെയ്ത പോലെ പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മുല്ലക്കരയ്ക്ക് ഒരു വലിയ ഗുണമുണ്ടായിരുന്നു. മുല്ലക്കരയ്ക്ക് ആളുകൾ പറഞ്ഞ സങ്കടം കേട്ടാൽ ഇത് കാര്യമാണ്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാവും. അത് പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യിക്കലേ ഉള്ളൂ, അത് ആരെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചു, ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് വിജയിച്ചു. ഈ ശ്രീമതി ടീച്ചർക്കും ആ ഗുണമുണ്ടായിരുന്നു, ശൈലജ ടീച്ചർക്കും അതുണ്ടായിരുന്നു. വീണ ജോർജിന് ഇതില്ല. വീണ ജോർജ് IPS കിട്ടാത്ത ഒരു ശ്രീലേഖയാണ്, ഒന്നാമത്തെ പരാധീനത. അപ്പോൾ ഇവരുടെ വിചാരം അവരുടെ ഒരു മേന്മ കൊണ്ടാണ്, ഇവരെ കാണാനുള്ള സൗകര്യം കൊണ്ട്, അവരുടെ ചതുരപടിയിലുള്ള സംഭാഷണം കൊണ്ടാണ് അവർ ആഭ്യന്തരമന്ത്രിയായതാണ്. അങ്ങനെയല്ല, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തത് ഏറ്റവും വലുതുമായ ഹാൻഡിക്യാപ്പ് ഇതല്ല, അതെന്നറിയാമോ, മറ്റൊരു പാർട്ടിയുടെ ഉയർന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്ന ആൾക്കാരാണ്. ഈ പാർട്ടി ഹൈറാർക്കി വളരെ പ്രധാനമാണ്. പാർട്ടിയിലെ വലിയ നേതാവ് പറഞ്ഞാൽ ഈ അവിടെയുള്ള സെക്രട്ടറിയും മറ്റ് സ്റ്റാഫും ഒക്കെ അനുസരിക്കും. പാർട്ടിയിൽ പുതുമുഖമായിട്ട് ഈ നിലാപത്ത് കോഴി അഴിച്ചു വിട്ട പോലെ വന്ന ആളുകൾ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. ഇപ്പോൾ വി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടല്ലോ, അബ്ദുറഹ്മാൻ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും? ഒരാൾ കേൾക്കില്ല. അവിടെ മാർസിശാരം പറഞ്ഞാൽ കേൾക്കും. അത് അബ്ദുറഹ്മാൻ്റെ പരാധീനതയല്ല, പാർട്ടിയുടെ ഹൈറാർക്കി അതായതുകൊണ്ട്. ഇപ്പോൾ ഈ വീണ ജോർജിൻ്റെ പ്രശ്നം അതാണ്. വീണ ജോർജ് സമീപകാലം വരെ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. അവർ പാർട്ടി ചേർന്ന് തന്നെ 2016 ഇലക്ഷൻ കമ്മിറ്റിയിട്ടാണ്. ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ഇവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ആദ്യം ആലോചിച്ചു, പിന്നെയാണ് അവസാനം എന്തെങ്കിലും ആവട്ടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അത്ര പോലും പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത ആളാണ് വീണ ജോർജ്. അവർ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് മന്ത്രിയാവുന്നത്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പക്ഷേ പ്രശ്നം എന്തറിയാമോ, ഇവരുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സജീവൻ എന്ന് പറഞ്ഞ ഒരു വില്ലാളി വീരൻ. ഈ സജീവൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ വെറും അംഗമല്ല, നേരത്തെ AKG സെൻറ്ററിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഇപ്പോൾ മറ്റുള്ള പ്രശ്നം വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും മന്ത്രിയെ കാണുമ്പോൾ സെക്രട്ടറി എഴുന്നേറ്റിരിക്കും. ആരോഗ്യവകുപ്പിൽ സെക്രട്ടറി കാണുമ്പോൾ മന്ത്രി എഴുന്നേറ്റിരിക്കും. ഇതാണ് രണ്ടാമത്തെ ദുര്യോഗം. മന്ത്രിക്ക് യാതൊരു അധികാരവുമില്ല, മുമ്പിൽ കൊണ്ടു നോക്കുന്ന പേപ്പർ ഒപ്പിടാത്തതായി. സജീവൻ വിരൽ വെക്കുന്നിടത്ത് അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഇരിക്കുന്ന സഖാവ് വിരൽ വെക്കുന്നിടത്ത് ഒപ്പിടുന്ന ജോലിയെ വീണ ജോർജിനുള്ളൂ. മറിച്ച് മറ്റ് മന്ത്രിമാർക്ക് അങ്ങനെയല്ല. MP രാജേഷിന് അല്ലെങ്കിൽ P രാജീവിന്, ഈവൻ ശിവൻകുട്ടിക്ക്, അവർക്ക് സെക്രട്ടറിയോട് ചോദിക്കാം, മറ്റേ കൂടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരോട് ചോദിക്കാം, നിങ്ങൾ എന്തായി ചെയ്യണമെന്ന് ചോദിക്കാം. വീണ ജോർജിന് അത് പറ്റില്ല. ഇതാണ് രണ്ടാമത്തതും കൂടുതൽ പ്രധാനപ്പെട്ടതുമായ പ്രശ്നം. വീണ ജോർജ് വളരെ നല്ല ഉദ്ദേശത്തോടെ വലിയ ഭരണപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. ശ്രീമതി ടീച്ചർ ചെയ്തേക്കാൾ നന്നായിട്ട് ചെയ്യാം. പക്ഷേ പ്രശ്നം കിടക്കണമെന്ന് വെച്ചാൽ ഇവർ സമ്മതിക്കില്ല. ഇതാണ് അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം. ഈ നമ്മൾ കാണുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇതിന് പുറകിൽ പല അടിയൊഴുക്കുകളും ഉണ്ട്.